ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഈ വൈകിയ വേളയിൽ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേസാണ് വാണിയപ്പാറ കേസ്. പിന്നെ മറ്റൊരു കേസാണ് എൻ്റെ വീടിനടുത്ത് കൊല്ലപ്പള്ളിക്കടുത്ത് മങ്കര കുളത്തിൽ ഒരു ബാലൻ മരിച്ചു കിടന്ന കേസ്. ഈ രണ്ട് കേസും ആഴത്തിൽ അന്വേഷിച്ചാൽ രണ്ടും കൊലപാതക കേസുകൾ തന്നെയാണ്. വാണിയപ്പാറ കേസിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ആരും പിടിക്കപ്പെടുകയില്ല എന്ന് കരുതി ആരോ ഒരാളെ വകവരുത്തി അത് കൊണ്ടുപോയി ആരോരും അറിയേല എന്ന് കരുതി ആ സെമിത്തേരിയിൽ കൊണ്ടുപോയി ഇട്ടു. ആ സെമിത്തേരിയെ പറ്റി പറയുമ്പോൾ ഞാൻ മാധ്യമങ്ങളിൽ കണ്ടതാണ്, അത് രണ്ട് പാളികളാണ് അതിന് കവാടമായിട്ടുള്ളത്. ഒരു വലിയ കോൺക്രീറ്റ് പാളിയായിരുന്നെങ്കിൽ അത് ഇടാൻ സാധ്യത വളരെ കഷ്ടപ്പെട്ടേനെ അവർ. ഇത് രണ്ട് പാളി ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു പാളി വലിച്ചു വെച്ച് അകത്ത് നിക്ഷേപിച്ചു. ഇതാണ് ഞാൻ ആ കേസിൽ കാണുന്നത്. കൊല്ലപ്പള്ളി മങ്കരയിലുണ്ടായ കേസിൽ ഞാൻ കാണുന്നത്, അത് ദുരൂഹമായ ആ പശ്ചാത്തലത്തിൽ ഒരു കൊലപാതകം നടന്നു. അത് കഴിഞ്ഞ് അത് കുളിക്കാനിറങ്ങിയ ബാലനാക്കി മാറ്റി അവിടെ നിക്ഷേപിച്ചു. ഒരിക്കലും കുളിക്കാനിറങ്ങുന്ന ഒരു ബാലൻ പൂർണ്ണ നഗ്നമായി അത്രയും പരസ്യമായ റോഡിൻ്റെ സൈഡിലുള്ള ആ കുളത്തിൽ ഇറങ്ങിയില്ല, ഒരിക്കലും ഇറങ്ങിയാൽ. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരാളെ എടുത്ത് കരയിൽ വയ്ക്കുമ്പോൾ ശ്വാസകോശം നിറയെയും വയറ് നിറയെയും വെള്ളമായിരിക്കും. എടുത്ത് കരയിൽ വയ്ക്കുന്നത് വെള്ളം വയറ്റിൽ നിന്ന് വായിലൂടെ ധാരാളമായി ഒഴുകും. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ സംഗതി കൊലപാതക കേസ് തന്നെയാണ്. നിങ്ങളോർക്കും ഞാനിത് പറയാൻ ആരാണ്? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനുമല്ല, ഒന്നുമല്ല. പക്ഷേ ഞാൻ BA ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ മുതൽ 1992 ജൂണിലാണ് ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ BA ലിറ്ററേച്ചറിന് ചേർന്നത്. അന്ന് മുതൽ ഞാൻ സർ ആർതർ കൊനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് കഥകളെല്ലാം വായിക്കുമായിരുന്നു. അതെനിക്കൊരു ത്രില്ലായിരുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ അധ്യായങ്ങളെല്ലാം ഞാൻ വായിച്ചു. അതൊക്കെ ജീവിതത്തിൽ വളരെ സത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറഞ്ഞേക്കുന്നത്. അതിലെ ഒരു ചെറുകഥ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായി ഞാൻ പറയാം. ഒരു വീട്ടിൽ നിരന്തരമായി രോഗങ്ങളായിരുന്നു. ഒരു രോഗം തീരുന്നത് അടുത്ത രോഗം, അടുത്ത രോഗം തീരുന്നത് അതിനടുത്ത രോഗം. അപ്പോൾ ഇതെന്ത് എന്ന് എല്ലാവരും സംശയിച്ചു. അപ്പോൾ ഷെർലക് ഹോംസ് അവിടെ എത്തി ആ കേസ് അന്വേഷിച്ചു. രാത്രിയിൽ അദ്ദേഹം പതുങ്ങി ആ വീടിൻ്റെ പരിസരത്ത് അനേക ദിവസം തങ്ങി. അപ്പോൾ ഇരട്ടത്തൊരു മനുഷ്യൻ എന്തോ ഒരു സംഗതി കൊണ്ടുവന്ന് ആ വീട്ടിലെ കിണറ്റിലേക്ക് ഒഴിക്കുന്നതായി കണ്ടു. അദ്ദേഹത്തെ ഷെർലക് ഹോംസ് പിന്തുടർന്നു. അദ്ദേഹത്തെ വാച്ച് ചെയ്തു. പിറ്റേന്ന് മുതൽ അവസാനം ഷെർലക് ഹോംസ് അദ്ദേഹത്തെ പിടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ കക്കൂസ്
കുഴിയിൽ നിന്നും രോഗികൾ, അനേക തീരാ രോഗികൾ കക്കൂസിൽ പോകുന്ന കക്കൂസ് കുഴിയിൽ നിന്നും കുപ്പിക്കകത്ത് ജലമെടുത്ത് കൊണ്ടുവന്ന് ഈ കിണറ്റിലൊഴിക്കുകയാണ് അദ്ദേഹം ഈ കുടുംബാംഗങ്ങളോടുള്ള വൈരാഗ്യത്താൽ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഒരു കേസ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. പിന്നെ അങ്ങനെ അനേകം കേസുകളുണ്ട്, അതൊന്നും ഞാനിവിടെ ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ജാഗ്രതയോടെ വേണം ജീവിക്കാനും കുട്ടികളെ പുറത്തു വിടാനും എല്ലാം. ഇത് രണ്ടും വളരെ ദുരൂഹമായ സംഭവങ്ങളാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ബാക്കി അടുത്ത എപ്പിസോഡിൽ അടുത്ത ഷെർലോക്ക് ഹോംസ് കഥയുമായി ഞാൻ വരാം. നന്ദി, നമസ്കാരം.